നമസ്കാരം. പ്രവാസി മലയാളി പ്ലസിലേക്ക് പ്രിയ പ്രവാസികൾക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എടുത്തു പറയേണ്ട വളരെ സന്തോഷകരമായ ഒരു വാർത്ത എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും 79ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഇതുമായി ബന്ധപ്പെട്ട വലിയ ആഘോഷ പരിപാടികളും ഒരുക്കങ്ങളും ഒക്കെയാണ് പ്രവാസ ലോകത്ത് നടക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. ചൂടും പൊടിക്കാറ്റും ഈർപ്പമുള്ള കാലാവസ്ഥയും ഒക്കെ അവഗണിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം എല്ലാവരും ഇന്ത്യയുടെ 79ാം സ്വാതന്ത്ര്യദിന ആഘോഷം വലിയ കെങ്കേമമായി കൊണ്ടാടി എന്നൊരു വാർത്തയാണ് ആദ്യമേ വരുന്നത്. നമുക്ക് അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം, മറ്റു വാർത്തകളിലേക്ക് പോകാം. അല്ലെങ്കിലും നമ്മളിപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലാണ് ഓണം ആയിക്കോട്ടെ, വിഷു ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേ ന്യൂ ഇയർ ആയിക്കോട്ടെ, ആറ്റുകാൽ പൊങ്കാല ആയിക്കോട്ടെ, ഓഗസ്റ്റ് 15 ആയിക്കോട്ടെ, ഇതെല്ലാം കേരളീയരെക്കാൾ കൂടുതലായിട്ട് ആഘോഷിക്കുന്നത് ഗൾഫുകാരാണ്. അതെ, എല്ലാം അവർ ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ ഓണത്തിന്റെ പരിപാടികളൊന്നും കേരളത്തിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. അധികമൊന്നും ഈ പറഞ്ഞ ചില അസോസിയേഷൻ മീറ്റിങ്ങുകളും ജോലിക്കാർക്കുള്ള അസോസിയേഷൻ അവരുടെ ഓണാഘോഷങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ ഓണം പരിപാടികളും നമ്മൾ കേരളീയർ അത്രയധികം ആഘോഷിക്കാറുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. പക്ഷെ ഗൾഫിൽ അങ്ങനെയല്ല. അതുപോലെ തന്നെ മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ അതെ, അവർക്ക് ഓണം എന്ന് പറയുന്നത് അവരുടെ ശരിക്കും ആഘോഷം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ അവർ ഓഗസ്റ്റ് 15 കൊണ്ടാടിയിരിക്കുന്നത്. കൊടും ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നിട്ടും ഇന്നലെ ഇന്ത്യയുടെ 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ രാവിലെ ഇന്ത്യൻ എംബസി പരിസരത്ത് ആയിരക്കണക്കിന് ഇന്ത്യക്കാരാണ് ഒത്തുകൂടിയതെന്ന് പറയുന്നു. ഇത്രയും പേര് എന്തായാലും നമ്മുടെ നാട്ടിൽ ഒത്തുകൂടിയിട്ടില്ല. അംബാസിഡർ ഡോക്ടർ ആദർശ് സ്വൈക്ക മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് ത്രിവർണ്ണ ദേശീയ പതാക ഉയർത്തിയതോടെയാണ് ആഘോഷങ്ങൾ ആരംഭിച്ചത്. ദേശീയഗാനം ആലപിക്കുകയും ചെയ്തു. അംബാസിഡർ ഡോക്ടർ സ്വൈക്ക തന്റെ പ്രസംഗത്തിൽ ഇന്ത്യൻ സമൂഹത്തിന് ഹൃദയംഗമമായ സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നു. ഇന്ത്യ കുവൈറ്റ് ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും രാജ്യത്തെ ഇന്ത്യൻ സമൂഹത്തോടുള്ള അവരുടെ തുടർച്ചയായ പിന്തുണയ്ക്കും കുവൈറ്റ് നേതൃത്വത്തിനും സർക്കാരിനും നന്ദി രേഖപ്പെടുത്തി. കഠിനമായ വേനൽക്കാല സാഹചര്യങ്ങൾക്കിടയിലും പരിപാടിയിൽ പങ്കെടുത്ത വലിയ പങ്കാളിത്തത്തെ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു. ഔപചാരിക ചടങ്ങിന് ശേഷം അംബാസിഡർ സമൂഹ അംഗങ്ങളുമായി സംവദിക്കുകയും ചടങ്ങിൽ ആശംസകൾ കൈമാറുകയും ചെയ്തു. കുവൈറ്റിലെ നിരവധി ഇന്ത്യൻ റെസ്റ്റോറന്റുകളുടെ സഹകരണത്തോടെ പങ്കെടുത്തവർക്ക് പ്രഭാത ഭക്ഷണവും നൽകിയിരുന്നു. വെറും കൈയോടുകൂടിയല്ല വിട്ടത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്ന കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജബാർ അൽ സാഹഫ് ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനാണ് അഭിനന്ദന സന്ദേശം അയച്ചത്. രാഷ്ട്രപതിക്ക് ആരോഗ്യവും ദീർഘായുസ്സും രാജ്യത്തിന്റെ ജനങ്ങൾക്കും കൂടുതൽ അഭിവൃദ്ധിയും വികസനവും ഉണ്ടാകട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു. അതോടൊപ്പം കിരീടാവകാശി ഷെയ്ഖ് സബാഹ് ഖാലിദ് അൽ അഹമ്മദ് അൽ സബാഹ്, പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അൽ അഹമ്മദ് അൽ സബാഹ് എന്നിവരും ഇന്ത്യക്ക് സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നിരുന്നു. കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയും പ്രവാസ സമൂഹവും വിപുലമായ രീതിയിൽ തന്നെയാണ് സ്വാതന്ത്ര്യദിന ആഘോഷം നടത്തിയത്. കൊടും ചൂടും ഈർപ്പമുള്ള കാലാവസ്ഥയും ഒക്കെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം അവഗണിച്ചാണ് എല്ലാവരും എത്തിയത്. വെള്ളിയാഴ്ച രാവിലെയാണ് ഇന്ത്യൻ എംബസി പരിസരത്ത് ആയിരക്കണക്കിന് ആളുകൾ ഒത്തുകൂടിയത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കുവൈറ്റ് അംബാസിഡർ ആയിട്ടുള്ള ആദർശ് സ്വൈക്ക അദ്ദേഹവും ഈ ഗാന്ധിജിയുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയിരുന്നു. പക്ഷെ നമ്മുടെ കേരളത്തിലും ആഘോഷമില്ല എന്ന് പറയാൻ കഴിയില്ല. 9 മണിയോട് കൂടി തന്നെ കഴിഞ്ഞ ദിവസം എല്ലായിടത്തും നമ്മൾ കൊടി ഉയർത്തുകയും ഒക്കെ ചെയ്തിരുന്നു. മാത്രമല്ല കനകക്കുന്നിൽ കഴിഞ്ഞ ദിവസം ഒരു റെക്കോർഡ് നേടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളും ഒട്ടും കുറവല്ല. എന്നാലും പ്രവാസികൾ വലിയ ആവേശത്തോടു കൂടിയാണ്, അതായത് ഇന്ത്യയിൽ ഇല്ലെങ്കിൽ പോലും രാജ്യസ്നേഹം കാട്ടാൻ നമുക്ക് മടിയില്ല എന്നതൊരു തെളിവ് കൂടിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട് എന്ന് വ്യക്തമാകുമ്പോൾ നമുക്ക് സന്തോഷത്തോടു കൂടിയല്ല നമുക്ക് ഇരിക്കാൻ സാധിക്കുകയില്ല എന്നാണ് വ്യക്തമാകുന്നത്. ഇനി കുവൈറ്റിലേക്ക് തന്നെ വീണ്ടും വരികയാണ്. കുവൈറ്റിലെ വ്യാജ മദ്യ ദുരിതത്തിൽ മരണസംഖ്യ 23 ഉയർന്നിരിക്കുകയാണ്. 160 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതലും ഇന്ത്യക്കാരാണെന്നാണ് സൂചന. കണ്ണൂർ സ്വദേശി ഉൾപ്പെടെ കുറഞ്ഞത് 6 മലയാളികളെങ്കിലും മരിച്ചവരിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. മരിച്ചവരുടെ പേരുകൾ പുറത്തുവിടുന്നതിന് കർശന നിയന്ത്രണമാണ് അധികൃതർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ 31 പേർ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത്. 51 പേരെ ഡയാലിസിസിന് വിധേയരാക്കി. 21 പേർക്ക് ഭാഗികമായോ പൂർണ്ണമായോ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട് െന്ന് കുവൈത്തിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തുടനീളം കുവൈത്ത് സർക്കാർ അതീവ ജാഗ്രത പാലിച്ചിട്ടുണ്ട്. കൂടാതെ വിഷബാധ ഏറ്റതായി സംശയിക്കുന്ന കേസുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് പൊതുജനങ്ങളോട് കുവൈത്ത് അധികൃതർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. 40ഓളം ഇന്ത്യൻ പൗരന്മാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി കുവൈത്തിലെ ഇന്ത്യൻ എംബസി സ്ഥിരീകരിച്ചു. ചിലരുടെ നില ഗുരുതരമാണെന്നും മറ്റുള്ളവർ സുഖം പ്രാപിച്ചു വരികയാണെന്നും അധികൃതർ അറിയിച്ചു. കണ്ണൂർ ഇരിണാവ് സ്വദേശി പി സച്ചിന്റെ മൃതദേഹം നാളെ നാട്ടിലേക്ക് കൊണ്ടുപോകും. 4 വർഷം മുമ്പാണ് സച്ചിൻ കുവൈറ്റിലെത്തിയത്. ദുരിതത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക്
വിവരങ്ങൾക്ക് 9656551587 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ വാട്സപ്പിലോ നേരിട്ടോ ബന്ധപ്പെടാൻ സാധിക്കുമെന്നും എംബസി അറിയിച്ചിട്ടുണ്ട്. തമിഴ്നാട് തൃച്ചി ശ്രീറാം നഗർ സ്വദേശി സ്റ്റീഫൻ ദേവറ 39 വയസ്സ് റിയാദിലെ ഷുമേഷി ആശുപത്രിയിൽ മരിച്ചു. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച ബദ്ഹയിലെ സ്വകാര്യ ക്ലിനിക്കിൽ ചികിത്സ തേടുകയും രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് ഞായറാഴ്ച ഷുമേഷി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. 3 ആഴ്ചകൾക്ക് മുമ്പ് അവധി കഴിഞ്ഞ് നാട്ടിൽ നിന്ന് തിരിച്ചെത്തിയതായിരുന്നു. പിതാവ് ആന്റണി പരേതനാണ്. മാതാവ് അമൃതം. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾക്കായി സ്പോൺസർ വെൽഫെയർ വിംഗ് റിയാദ് മലപ്പുറം ജില്ലാ KMCCയെ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വെൽഫെയർ വിംഗ് ചെയർമാൻ റഫീഖ് ചെറുമുക്ക്, ജനറൽ കൺവീനർ റിയാസ് ചിങ്ങത്ത്, കരീം അപ്പത്തിൽ, താനാളൂർ, ഹാഷിം മൂടാൽ എന്നിവരുടെ നേതൃത്വത്തിൽ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അതുപോലെ സൗദിയിലെ നജ്റാനിൽ 11 പ്രവാസികൾ പിടിയിലായിട്ടുണ്ട്. 6 പുരുഷന്മാരും 5 സ്ത്രീകളുമാണ് പിടിയിലായത്. അതും നിസ്സാര കേസല്ല എന്നുള്ളതാണ്. വേശ്യാവൃത്തിയുമായി ബന്ധപ്പെട്ടാണ് പിടിയിലായിരിക്കുന്നത് എന്നുള്ളത്. വീടുകൾ കേന്ദ്രീകരിച്ചായിരുന്നു സംഘത്തിന്റെ പ്രവർത്തനം. ഇവർ ഏത് രാജ്യക്കാരാണെന്ന് വ്യക്തമായിട്ടില്ല. ഇന്ത്യക്കാർ ഉണ്ടാവരുത് എന്നാണ് പ്രവാസികളുടെ പ്രാർത്ഥന. പിടിയിലായവരെ തുടർ നടപടികൾക്കായി പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി. പോലീസും മറ്റ് അതോറിറ്റികളും നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസവും നജ്റാനിൽ അനാശാസ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട 12 പ്രവാസികൾ പിടിയിലായിരുന്നു. സൗദിയിലെ നജ്റാനിൽ ഒരു റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റിനുള്ളിൽ നിന്നാണ് അനാശാസ്യ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടെന്ന കേസിൽ 5 പുരുഷന്മാരെയും 7 സ്ത്രീകളെയും അറസ്റ്റ് ചെയ്തത്. നജ്റാൻ പോലീസിലെ സ്പെഷ്യൽ ടാസ്ക് ആൻഡ് ഡ്യൂട്ടീസ് ഫോഴ്സാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് കമ്മ്യൂണിറ്റി സെക്യൂരിറ്റി, ആന്റി ഹ്യൂമൻ ട്രാഫിക്കിംഗ് യൂണിറ്റ് എന്നിവയുടെ സഹകരണത്തോടെയാണ് അറസ്റ്റ്. പൊതുധാർമ്മികതയുടെ ലംഘനവും മനുഷ്യക്കടത്തും തടയാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് പരിശോധന നടന്നത്. എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നതാണ് മനസ്സിലാകാത്തത്. അതായത് ഒരു പ്രശ്നം വരുന്നു, ഈ പറയുന്ന പോലെ വേശ്യാവൃത്തി, എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്. അതായത് മര്യാദയ്ക്ക് അവിടെ ജോലി ചെയ്യുന്ന മര്യാദയ്ക്ക് ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് പോലും ചീത്തപ്പേരുണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പറ്റാൻ പോകുന്ന അബദ്ധം എന്ന് പറയുന്നത്. ഇത്തരക്കാരെ എല്ലാവരെയും പുറത്താക്കും, പ്രവാസികൾക്ക് എല്ലാവരും ഒന്നടങ്കം എല്ലാവരെയും പുറത്താക്കും. പ്രവാസികളെ ഇപ്പൊ നമ്മുടെ നാട്ടില് ഇപ്പം പുറം സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളെ നമുക്ക് ഒരു കയ്യകലം നമ്മൾ നിർത്താൻ ശ്രമിക്കാറുണ്ട്. കാരണം പ്രത്യേകിച്ച് അന്ന് കൊച്ചിയിൽ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് അവരെ കണ്ട പേടിയാണ്. അയ്യോ, അങ്ങനെ അന്യ സംസ്ഥാനക്കാരെ നമുക്ക് അങ്ങനെ അടുപ്പിക്കാൻ. അതുപോലെ ഇനിയിപ്പോൾ ഇതുപോലെ പ്രവാസികളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ഒരുപാട് കേസുകൾ വരുന്ന സമയത്ത് ആ രാജ്യക്കാർ വിചാരിക്കുന്നുള്ളത് പ്രവാസികളായവരെ നമ്മൾ അടുപ്പിക്കാൻ കൊള്ളില്ല എന്നൊരു ചിന്താഗതിയിലേക്ക് മാറാൻ ചാൻസ് ഉണ്ട്. തീർച്ചയായിട്ടും. ഒന്നാമത് വിദേശവൽക്കരണം ഒക്കെ സ്വദേശിവൽക്കരണം വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. കൂടുതൽ അതായത് നമുക്കറിയാം, ഒരു പ്രവാസ രാജ്യം പോലും ഒരു കാരണവശാലും രാജ്യത്തിന് ചീത്തപ്പേരുണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കുകയില്ല. അവരെ കഴിവിന്റെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിന്റെ പേരും യശസ്സും ഉയർത്താനാണ് അവർ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ആ രാജ്യത്തിന്റെ പേരിന് കോട്ടം വരുത്തുന്നവരെ തീർച്ചയായും ആ രാജ്യത്തിന് പുറത്താക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നുള്ളതാണ്. മറ്റ് വാർത്തയിലേക്കും കൂടി കടക്കാം. മധ്യവേനൽ അവധി അവസാനിക്കാൻ 10 ദിവസം മാത്രം ശേഷിക്കെ മലയാളികൾ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ തിരിച്ചെത്തി തുടങ്ങിയതോടുകൂടി വിമാനത്താവളങ്ങളിൽ വൻ തിരക്ക്. 12 ദിവസത്തിനിടെ 36 ലക്ഷം പേരെ സ്വാഗതം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ദുബായ് രാജ്യാന്തര വിമാനത്താവളം. അതുമാത്രമല്ല, അബുദാബി, ഷാർജ, റാസൽ ഖൈമ, ഫുജൈറ, അലൈൻ വിമാനത്താവളങ്ങളിലും തിരക്ക് ഏറുകയാണ്. പ്രവാസികളുടെ മടങ്ങി വരവും മുന്നിൽ കണ്ട് നാളെ മുതൽ വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്ക് 4 ഇരട്ടി ഉയർത്തിയതിനാൽ ഇന്നാണ് ഏറ്റവും കൂടുതൽ പേര് തിരിച്ചെത്തുന്നത്. ഇന്ന് മാത്രം ദുബായ് രാജ്യാന്തര വിമാനത്താവളം വഴി 2.9 അതായത് ഏകദേശം 3 ലക്ഷം പേർ തിരിച്ചെത്തുമെന്നാണ് പറയുന്നത്. ഈ വർഷം ആദ്യ പകുതിയിൽ 98.8 ലക്ഷം സന്ദർശകരാണ് ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിലൂടെ കടന്നുപോയത്. മുൻ വർഷം ഇതേ കാലയളവിലേക്കാൾ 6% വർധനവ് രേഖപ്പെടുത്തി ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം. യാത്രാ നടപടികൾ വേഗത്തിലാക്കാൻ 12 വയസ്സിന് മുകളിലുള്ള യാത്രക്കാർ സ്മാർട്ട് ഗേറ്റ് ഉപയോഗിച്ചാൽ ഇമിഗ്രേഷൻ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാം. നിശ്ചയദാർഢ്യമുള്ളവർ, അതായത് പ്രത്യേക കൗണ്ടറിന്റെ സേവനം പ്രയോജനപ്പെടുത്തിയാൽ കാത്തിരിപ്പ് ഒഴിവാക്കാവുന്നതുമാണ്. അങ്ങനെ പലതരത്തിലുള്ള നിബന്ധനകളും മുന്നോട്ട് വരുന്നുണ്ട്. എന്തായാലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. യാത്രക്കാരെ സുരക്ഷിതമായി തന്നെ പോവുക. മാത്രമല്ല, ഈ നാട്ടിൽ നിന്ന് വരുന്നതിനാൽ തന്നെ ചിലപ്പോൾ ലഗേജ് നിറയെ നാട്ടിലെ കുറേ സാധനങ്ങളും ഒക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ലഗേജും ഒക്കെ തന്നെ ഒന്ന് സൂക്ഷിച്ചോളുക. ഒമാനിലെ വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ സുഹാർ വിലായത്തിൽ താമസ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ 2 സ്ത്രീകൾക്ക് പരിക്കേറ്റു. വ്യാഴാഴ്ചയായിരുന്നു സംഭവം. 2 പേരുടെയും പരിക്ക് ഗുരുതരം തന്നെയാണ്. സംഭവ സ്ഥലത്തെത്തി സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം തീപിടുത്തമുണ്ടായ കെട്ടിടത്തിൽ നിന്നും 2 പേരെയും രക്ഷപ്പെടുത്തിയിരുന്നു. പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം പ്രദേശത്തെ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി.
അഗ്നിശമന സേനയുടെ അടിയന്തര ഇടപെടൽ തീ കൂടുതൽ ഭാഗങ്ങളിലേക്ക് പടരുന്നത് തടഞ്ഞു. വലിയ അപകടങ്ങൾ അതുകൊണ്ടാണ് ഒഴിവായത്. പരിക്കേറ്റവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. വിവിധ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ച ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയാണല്ലോ ലുലു ഗ്രൂപ്പ്. ഇപ്പോഴിതാ ഈ ശൃംഖല ഈ കുറച്ച് ജോലിക്കാരെ വിളിക്കുന്നുണ്ട് എന്ന് വാർത്ത വരുന്നുണ്ട്. അത് തീർച്ചയായിട്ടും എഞ്ചിനീയർ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയാണ് ലുലു ഗ്രൂപ്പ് വിളിക്കുന്നത്. UAE-യിൽ നിന്നുള്ള ലുലു ഗ്രൂപ്പാണ് ഇപ്പോൾ വിളിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ ലുലു ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ലുലു ഗ്രൂപ്പിന് ഒരു തിരിച്ചടി കിട്ടാനുള്ള സാധ്യതയുണ്ടെന്നും ലുലു ഗ്രൂപ്പിന് വലിയൊരു വെല്ലുവിളി തീർക്കുന്ന മറ്റൊരു കമ്പനി ഉണ്ട് എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. നമുക്ക് അതാണ് നോക്കേണ്ടത്. UAE-യിലും GCC മേഖലയിലും പുതിയ സ്റ്റോറുകൾ തുറന്ന് വിപുലീകരണം നടത്തുന്നതിനൊപ്പം തന്നെ ഉയർന്ന ലാഭ മാർജിൻ ഉറപ്പാക്കുന്ന കൊമേഴ്സ് പ്രൈവറ്റ് ലേബലിംഗ് തന്ത്രങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന 2 കമ്പനികളാണ് ലുലു റീറ്റെയിൽസും സ്പിൻസും എന്ന് പറയുന്നത്. ഈ സ്പിൻസ് ആണ് ലുലുവിന് എതിരാളിയായിട്ട് മാറിയിരിക്കുന്നത്. എന്നാൽ സ്കെയിൽ പ്രകാരം ലുലു റീറ്റെയിൽ വളരെ വലുതാണെങ്കിലും ഈ സ്പിന്നീസ് എന്ന് പറയുന്ന കമ്പനി അമേരിക്കയിലെ സ്പ്രൗട്ട് ഫാമേഴ്സ് മാർക്കറ്റിനോടും ഫ്രാൻസിലെ കാർഫോറിനോടും സാമ്യം പുലർത്തുന്നവയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. വിപുലമായ ഉൽപ്പന്ന ശ്രേണിയും മത്സരാധിഷ്ഠിത വില നിർണ്ണയവും വാഗ്ദാനം ചെയ്യുന്ന ഒരു ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയാണ് ലുലു എന്ന് പറയുന്നത്. കമ്പനി വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള ഉപഭോക്താക്കളെ പ്രത്യേകിച്ച് ഏഷ്യൻ അന്താരാഷ്ട്ര ഉൽപ്പന്നങ്ങൾ തേടുന്നവരെ ആകർഷിക്കുന്നുമുണ്ട്. ഈ തന്ത്രം തന്നെയാണ് ലുലുവിന്റെ വിജയത്തിന് പിന്നിലെ പ്രധാന കാരണം. സാധാരണക്കാരായ കൂടുതൽ ആളുകളെ തങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ആകർഷിക്കാൻ ലുലുവിന് എപ്പോഴും സാധിക്കാറുണ്ട്. UAE-യിൽ 42-ലധികം ശാഖകളുള്ള ലുലു GCC മേഖലയിൽ 32% മാർക്കറ്റ് ഷെയറും ഇതിനോടകം തന്നെ കൈവരിച്ചിട്ടുമുണ്ട്. ലുലു പഴങ്ങൾ, പച്ചക്കറികൾ, മാംസം, പാലുൽപ്പന്നങ്ങൾ, ഇലക്ട്രോണിക്സ്, വീട്ടുപകരണങ്ങൾ, വസ്ത്രങ്ങൾ എന്നിവ ഉൾപ്പെടെ വിപുലമായ ഉൽപാദന ശ്രേണിയാണ് വാഗ്ദാനം ചെയ്യുന്നത്. ഇന്ത്യൻ, ഏഷ്യൻ, അറബ് വിഭവങ്ങൾ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ഉൽപ്പന്നങ്ങൾക്ക് ലുലു പ്രശസ്തവുമാണ്. ഇത് UAE-യിലെ വൈവിധ്യമാർന്ന ജനവിഭാഗത്തിന് ഏറെ അനുയോജ്യമാണ്. മറുവശത്ത് സ്പിന്നീസ് ഒരു പ്രീമിയം സൂപ്പർ മാർക്കറ്റ് ശൃംഖലയായാണ് നിലകൊള്ളുന്നത്. ഉയർന്ന ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങളും പ്രീമിയം ഷോപ്പിംഗ് അനുഭവവും ലക്ഷ്യമിടുന്നവരെയാണ് സ്പിന്നീസ് ഉന്നമിടുന്നത്. അതുകൊണ്ട് തന്നെ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾക്കിടയിൽ ഇത് കൂടുതൽ ജനപ്രിയമാണ്. UAE-യിൽ 30-ലധികം ശാഖകളുള്ള സ്പിന്നീസ് ഗുണനിലവാരത്തിനും ഉപഭോക്തൃ സേവനത്തിനും ഊന്നൽ നൽകുന്നുണ്ട്. ലുലു റീറ്റെയിലിന്റെ ലാഭത്തിൽ വൻ കുതിപ്പാണ് അനുഭവപ്പെടുന്നത്. 867 കോടി രൂപ ലാഭവിഹിതം ഉണ്ട്. 9 സ്റ്റോറുകൾ കൂടി വരുന്നുണ്ട്. സ്പിന്നീസ് ഓർഗാനിക്, ഗൗർമേ, പ്രീമിയം ഉൽപ്പന്നങ്ങൾക്ക് ഊന്നൽ നൽകുന്നു. പോർക്ക്, ഓർഗാനിക് പഴങ്ങൾ, പച്ചക്കറികൾ, ഗുണനിലവാരമുള്ള മാംസം, മത്സ്യം, ബേക്കറി ഉൽപ്പന്നങ്ങൾ എന്നിവയും സ്പിന്നീസിൽ ലഭ്യമാണ്. വെസ്റ്റേൺ യൂറോപ്യൻ ഉൽപ്പന്നങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഉപഭോക്താക്കൾക്ക് ഇത് അനുയോജ്യവുമാണ്. മത്സരാധിഷ്ഠിത വില നിർണ്ണയത്തിന് പേരുകേട്ട കമ്പനിയാണ് ലുലു. സൂപ്പർ ഫ്രൈഡേ സെയിൽസ് പോലുള്ള പതിവ് ഡിസ്കൗണ്ടുകളും പ്രൊമോഷനുകളും കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. 2024-ൽ UAE ഗ്രോസറി റീറ്റെയിൽ മാർക്കറ്റിൽ 15% മാർക്കറ്റ് ഷെയർ ഓൺലൈൻ റീറ്റെയിലിംഗ് ഉണ്ടായിരുന്നപ്പോൾ ലുലുവിന്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഈ വളർച്ചയ്ക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. എന്നിരുന്നാലും അതിന്റെ നെറ്റ് മാർജിൻ 3.5%. ഇത് സ്പിന്നീസിനെ അപേക്ഷിച്ച് കുറവാണ്. സ്പിന്നീസ് ഒരു പ്രീമിയം ബ്രാൻഡ് ആയതിനാൽ തന്നെ അതിന്റെ വില നിർണ്ണയം ശരാശരി ദുബായ് സൂപ്പർ മാർക്കറ്റുകളെ അപേക്ഷിച്ച് 8% കൂടുതലാണ് എന്നാണ് പറയുന്നത്. ഉയർന്ന ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾക്ക് മുൻഗണന നൽകുന്നവർക്ക് ഇത് അനുയോജ്യവുമാണ്. എന്നാൽ ബജറ്റ് ഷോപ്പർമാർക്ക് ഈ നിരക്ക് സ്വാഭാവികമായും ചിലവേറിയതായി തോന്നിയേക്കാം. 42 ശാഖകളോടെ UAE-യിൽ ശക്തമായ സാന്നിധ്യമുള്ള ലുലുവിന്റെ വാർഷിക വരുമാനം 27.16 മില്യൺ ദിർഹമാണ്. എന്നാൽ അതിന്റെ നെറ്റ് മാർജിൻ എന്ന് പറയുന്നത് 3.5% സ്പിന്നീസിനേക്കാൾ കുറവാണ്. 30 ശാഖകളുള്ള സ്പിന്നീസിന്റെ വാർഷിക വരുമാനം 4.4 ബില്യൺ ദിർഹമാണ്. അതായത് വരുമാനത്തിന്റെ ലുലു വളരെ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിലും സ്പിന്നീസിന്റെ നെറ്റ് മാർജിൻ 9.38% എന്നുള്ളതാണ്. ലുലു ഹൈപ്പർ മാർക്കറ്റ് വിപുലമായ ഉൽപ്പന്ന ശ്രേണിയും മത്സരാധിഷ്ഠിത വില നിർണ്ണയവും ഉപയോഗിച്ച് വൈവിധ്യമാർന്ന ഉപഭോക്തൃ വിഭാഗത്തെ ആകർഷിക്കുന്നുണ്ട്. ഇത് ബജറ്റ് ഷോപ്പർമാർക്കും അതുപോലെ തന്നെ വൺ സ്റ്റോപ്പ് ഷോപ്പിംഗ് തേടുന്നവർക്കും അനുയോജ്യമാണ്. മറുവശത്ത് സ്പിന്നീസ് ഉയർന്ന ഗുണനിലവാരമുള്ള പ്രീമിയം ഉൽപ്പന്നങ്ങളും മികച്ച ഷോപ്പിംഗ് അനുഭവവുമാണ് വാഗ്ദാനം ചെയ്യുന്നത്. അതായത് ഇവിടെ പറയുന്നത് നമ്മൾ തന്നെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ചിലർ 100 രൂപയ്ക്ക് 5 വാങ്ങും, എന്നാൽ ചിലർ 100 രൂപയ്ക്ക് ഒരൊറ്റ സാധനം വാങ്ങും. അത് കുറെ നാൾ തന്നെ നിൽക്കും. അത് വാങ്ങാനുള്ള ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അതായത് മാസ വരുമാനം വളരെ കൂടുതലാണെങ്കിലും ലുലുവിന് വലിയൊരു വെല്ലുവിളിയായിട്ട് സ്പിന്നീസ് വരുന്നു എന്നുള്ളത്. അല്ലെങ്കിൽ ലുലു പ്രീമിയം എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സ്കെയിൽ കൂടി തുടങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും ലുലുവിന് വലിയൊരു എതിരാളിയായി മാറുന്നു എന്നുള്ള ഒരു ഇതാണ്. കാരണം നമ്മൾ
ഇത്രയും നാളും ലുലുവിന് ഒരു കോമ്പറ്റീറ്റർ വരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടില്ല, അല്ലെങ്കിൽ അത്തരം ഒരു വാർത്ത പോലും വന്നിട്ടില്ല എന്നാണ്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല, സ്പിന്നീസിന്റെ ഒരു സാന്നിധ്യം വലിയ രീതിയിൽ തന്നെ UAE ഉണ്ടാകുന്നു. അതുതന്നെയാണ് ഇത്തരം ഒരു വാർത്തകൾക്ക് കൂടി കാരണമെന്ന് പറയുന്നു. തീർച്ചയായും ഈ ലുലുവിന്റെ ജോലി സാധ്യതയുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ നമുക്ക് അടുത്ത ചർച്ചയിൽ നടത്താം. അതുവരേക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം. നമസ്കാരം.